Hi all, this is Cork Hambalikutan. Michael, biopic of Michael Jackson. Writer John Logan, director Antoine Fuqua. മലങ്കൾട്ട് എന്നൊക്കെ പറഞ്ഞ അരോചകം, വെറും വധം. സൂപ്പർ സ്റ്റാർ ഓഫ് ദ പ്ലാനറ്റ്. എന്ത് സൂപ്പർ സ്റ്റാർ? ഈ പറവിലോട്ട് നടക്കുന്നതാണോ സൂപ്പർ സ്റ്റാർ? മുന്നിലോട്ട് നടന്നൂടെ അയാൾക്ക്? ഇതൊക്കെ എന്താണ് എടുത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരു സിനിമ ഇങ്ങനൊന്നും ആവാൻ പാടില്ല. സിനിമ മാത്രമല്ല, ഇനി കോമഡി പരിപാടികൾ നിങ്ങൾ കണ്ടു നോക്കൂ. കോമഡി പ്രോഗ്രാംസ് ഒന്ന് കാണൂ. ഒരു കോമഡി പരിപാടി. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിൽക്കുമ്പോ ആ മണ്ഡലത്തിലുള്ള സകല കൃഷ്ണൻകുട്ടിമാരും മത്സരിക്കാൻ വരും. എന്നിട്ട് കൃഷ്ണൻകുട്ടി, കുട്ടിക്കൃഷ്ണൻ, കുട്ടിക്കുട്ടി, കൃഷ്ണൻകൃഷ്ണൻ, പിന്നെ കുട്ടിക്കൃഷ്ണൻ, എന്തൊക്കെ പേരുള്ള ഒരു ക്രൂവും ഒരു ട്രീയും ഉണ്ടായിരുന്നാ മതി. എന്താണിത്? കൊറേ പെട്ടിയും പാരി പുറത്തിട്ടിട്ട് ഇതാണോ കോമഡി? ഇതാരേത്? ലാൽ ബാബു റൈറ്റർ. എന്താണിത്? ഈ അമൃത ടിവിയിലെ തെർമോകോൾ എന്ന് തീരുന്നു അന്ന് അവന്റെ സ്കിറ്റ് ചെയ്യും. വളരെ 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 മോശമായിട്ട്, വളരെ Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. ഡയറക്ടർ മിസ്റ്റർ അനൂജ് രാമചന്ദ്രൻ NSR പണി വെച്ചിരിക്കെ. അരോചകം. ഇനിയുണ്ട് കാണാം. എന്ത് കണ്ടിട്ടാണ് ഈ ചിരിക്കുന്നത്? ഈ ശമ്പളം മേടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരാവശ്യവുമില്ല. വെറുതെ അങ്ങ് ചിരിക്കുകയാണ്. നെക്സ്റ്റ് അടുത്ത നമ്മുടെ സ്വന്തം മണിക്കുട്ടി. ഒരു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഇവരാരെയാണ് ഈ മണി അടിക്കുന്നത്? ജനങ്ങളെയാണോ അതോ ഈ ചാനലിനെയാണോ ഇതിന്റെ പ്രൊഡ്യൂസറിനെയാണോ? അനൂജ് രാമചന്ദ്രൻ NSR പണി വെച്ചത്. അടുത്ത ഇത് ഇന്ത്യ മഹാരാജ്യമാണോ? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഇവിടെ കോപ്പി റൈറ്റ് എന്നൊരു സംഭവം ഉണ്ടോ ഈ ലോകത്ത്? ഈ പടം 100 കോടി ക്ലബിൽ കയറിയോ? എന്നിട്ട് എനിക്ക് 10 പൈസ തന്നില്ല, അറിയാമോ? നിനക്കെന്തിന് കോപ്പി റൈറ്റിന്റെ പൈസ? നാട്ടുകാർ എന്നെ വിളിക്കുന്ന പേരാണ് വായ. പിന്നെ ഈ പരിപാടിയിൽ ആകപ്പാടെ കൊള്ളാവുന്ന റൈറ്റ് ഇവരതാണ്. അല്പം നമുക്ക് ചിരിക്കാനും രസിക്കാനൊക്കെ ഉള്ളൊരു സംഭവം ഇത് മാത്രം. ബാക്കി പിന്നെ അവിടെ വേറെ തിരിപ്പെട്ട് കുട്ടിയാകില്ല. അവന്റെ കുട്ടി ചളികൾ ഏക്കാത്തോണ്ട് ഒരു വലിയ അകിലിനെ കൂടെ കൊണ്ടുവന്നു. മൊത്തത്തിൽ ചളിയായപ്പോഴും അനുരാമചന്ദ്രൻ NSR പണി വെച്ചത്. അപ്പൊ ഇന്നത്തെ ശുഭചിന്ത, ചെരുപ്പിടാതെ നമുക്ക് നടക്കാൻ കഴിയും, പക്ഷേ നമ്മളില്ലാതെ ചെരുപ്പിന് നടക്കാൻ കഴിയില്ല. ഹായ് മിസ്റ്റർ കോർ കമ്പിളിക്കുട്ടൻ. ഞാൻ ഭയങ്കര ആരാധകനാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാ റിവ്യൂസും ഞാൻ കാണാറുണ്ട്, സ്ഥിരമായിട്ട് കാണാറുണ്ട്. എനിക്ക് ക്യാമറ ഓണാണോ? കുഴപ്പമുണ്ടോ? ഞാനിവിടെ വന്ന് ഭയങ്കര ആരാധകനാണ്. എന്റെ വീടെങ്ങനെ കണ്ടുപിടിച്ചു? വീടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഞാൻ ഒരു പെണ്ണ് കാണാൻ ചടങ്ങിന് വന്നതാ. അതെ. ഒരുപാട് പെണ്ണ് കണ്ടു, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. അതങ്ങനെയാണ്. നമ്മൾ ഈ പെണ്ണ് കാണാൻ നടക്കുന്നതും പട്ടി എറിയാൻ കല്ല് തപ്പുന്ന ഒരു കണക്കാ. രണ്ട് സമയത്ത് കിട്ടൂല. അല്ല, വേറൊന്നുമല്ല ഏട്ടാ. വീട്ടിലെ ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് അമ്മയ്ക്ക് അച്ഛനോട് ഭയങ്കര ദേഷ്യമാണ് എന്റെ അടുത്ത്. എനിക്ക് ഇത് കേൾക്കാൻ ഭയങ്കര സങ്കടം. ഞാൻ എവിടെയെങ്കിലും പോയി കുറെ നേരം ഇരിക്കും. സങ്കടം വന്ന് എങ്ങും പോയിരിക്കരുത്. നമ്മൾ കരയണോ? ഇല്ലെങ്കിൽ ഈ കണ്ണിൽ ഈ വെള്ളം കെട്ടി അതിനകത്ത് കൊതുകൊക്കെ മുട്ടയിട്ട് ഈ ഡങ്കിപ്പനി ഇതൊക്കെ നിങ്ങളെ നാട്ടിൽ പടരും. പിന്നെ ലോകം മൊത്തവും അങ്ങനെ ലോക്ക്ഡൌൺ ഒക്കെ ആവും. ഞാൻ കരയാതിരുന്നല്ല. ദിവസവും ഞാൻ രാവിലെ 2 മണിക്കൂർ കരഞ്ഞിട്ടാണ് എണീക്കുന്നത്. റിവ്യൂ കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മളെ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്. അതാണ് നമ്മളൊന്ന് വീട്ടിലെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. ചേട്ടന് ജോലിയില്ല. അതുകൊണ്ട് ചേട്ടത്തിയാണ് രാവിലെ രാത്രിയൊക്കെ ജോലിക്ക് പോയിട്ട് റെസ്റ്റ് ഇല്ലാതെ കുടുംബം നോക്കുന്നത്. അങ്ങനെ ചേട്ടന് ഭയങ്കര സങ്കടം. ഈയിടയ്ക്ക് PSC എഴുതി സർക്കാരിലൊരു ജോലി കിട്ടി ഫോറസ്റ്റില്. പക്ഷെ ചേട്ടൻ പോയില്ല. ചേട്ടൻ ജോലിക്ക് ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാലേ ചേച്ചിയും പിന്നെ 12 പിള്ളേരും വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരു പേടി. 12 അവൻ ഫോറസ്റ്റിൽ പോകുന്നതാണ് നല്ലത്. എന്നാലേ ചേച്ചിക്ക് റെസ്റ്റ് കിട്ടത്തുള്ളൂ. അതല്ല, ഇവര് തമ്മിൽ ചില ചെറിയ കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. 1-2 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. അതുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ വരും. ഇത് നമുക്ക് വേണ്ടത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു തേച്ച അണ്ടർവെയർ വേണം. ഒരു തേച്ച അണ്ടർവെയറാ? മറ്റേ പരസ്പര വിശ്വാസം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്.
അത് വേണം. മനസ്സിലായി. അതുണ്ടെങ്കിലേ നമ്മൾ സമൂഹം വളരത്തുള്ളൂ. അങ്ങനെയല്ലേ? ആ. അല്ല ഇപ്പൊ നമ്മളെ നിങ്ങൾക്കൊരു ഒരു പ്രണയം അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചോ? ഞാൻ കല്യാണം കഴിച്ചില്ല. അത് കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ നമുക്ക് ശരിയാവത്തില്ലെന്ന്. ആണോ? പറ്റില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ പുരുഷന്മാരെപ്പോഴും നേരായ മാർഗത്തിൽ ചിന്തിക്കുന്നവരാണ്. ആണല്ലേ? അതെ. അത് ഇംഗ്ലീഷ് ആൽഫബറ്റ് മാനിന്റെ എം ഇങ്ങനെയാണ്, ഡബ്ല്യു എങ്ങനെയാണ്? WM തിരിച്ചിടുന്നത്. അതാണ് പെണ്ണുങ്ങൾ എപ്പോഴും തലയിരിഞ്ഞേ ചിന്തിക്കും. ഓ അതാണ് താങ്കൾക്ക് കാമുകിയൊന്നും ഇല്ലാത്തത്. കാമുകി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഒരു തമാശ പറഞ്ഞു അവളെടുത്ത്. ഓഹോ. ഒരാളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. ആ. അയാളെ ഒരു തോക്കുണ്ട്. പക്ഷെ അവിടെ അയാൾക്ക് പോവാനുള്ള മാർഗങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇയാൾ എങ്ങനെ മരുഭൂമി ഇന്ന് പോവും? എങ്ങനെ പോകും? ഇയാൾ ഈ തോക്കെടുത്ത് വെടിവെക്കും. ഇപ്പൊ ബുള്ളറ്റ് വരൂല്ലേ? ആ ബുള്ളറ്റ് കയറി പോയ ഈ കോമഡി പറഞ്ഞതും അവൾ എന്റെ മുഖത്ത് നോക്കി പറയാ, ബ്രോ ഭയങ്കര തമാശക്കാരനാണല്ലോ എന്ന്. ഒറ്റ കോമഡിയിൽ അവൾ എന്നെ സഹോദരനാക്കി. ആയിരിക്കുമല്ലേ, ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അതെ, അതെ, അതെ. കുഴപ്പമില്ല. അത് നിങ്ങളിപ്പോ എല്ലാ സ്ത്രീകളും നിങ്ങൾ ഇങ്ങനെ കാണരുത്. അത് നിങ്ങൾ സ്ത്രീകളോടുള്ള അപ്രോച്ചാണ് നിങ്ങൾക്ക് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പറ്റുന്നില്ല ഇത്. അത് സംഭവം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ നമുക്ക് ഫ്രൂട്ട്സിനോട് ഉപമിക്കാം, പഴങ്ങളോട്. അതായത് ഓരോ സ്ത്രീകൾക്കും ഇപ്പൊ ഓരോ പഴമാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ആപ്പിൾ ആണെങ്കിലും മുന്തിരി ആണെങ്കിലും ഓരോ മണം, ഓരോ രുചി, ഓരോ നിറം അങ്ങനെ ആയിരിക്കും. അതാണ് പ്രശ്നം. എനിക്ക് ഫ്രൂട്ട് സലാഡാണ് ഇഷ്ടം. ഓക്കെ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? റിവ്യൂ ചെയ്താലും എനിക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ ഒരു രസം കിട്ടും. രസം കിട്ടും. അല്ല ഇപ്പൊ ഈ മനസമാധാനത്തിനൊക്കെ അങ്ങനെ റിവ്യൂ ചെയ്താൽ മതി. മനസമാധാനം കിട്ടൂല. മനസമാധാനം കിട്ടണമെങ്കിൽ ഞാൻ ടൂർ പോകണം. ടൂർ പോകണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ടൂർ പോയി. എവിടെയാണ് പോയത്? ഞാൻ മറ്റേ ഗോവ പോയിട്ട് മനസ്സമാനം കിട്ടിയായിരുന്നു? ഇല്ല. കടം, പനി, ശരീരവേദന, ക്ഷീണം ഇതെല്ലാം കിട്ടി. മനസ്സമാനം മാത്രം കിട്ടിയില്ല. ആണല്ലേ? അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരു എനിക്ക് ഇതിനകത്ത് നിന്ന് ഒരുപാട് പൈസ കിട്ടണം. പൈസ കിട്ടണം. പൈസ കിട്ടിയിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു കസേര മേടിച്ച് കടലിന്റെ നടുക്കോ ഇട്ടിട്ട് തിമിങ്ങലത്തിനെ കൊഞ്ഞനം കുത്തി കാണിക്കണം. അയ്യോ, വല്ലാത്ത ആഗ്രഹം തന്നെ. സ്രാവിനെ പിടിച്ചിട്ട് വലിയ കടി കൊടുക്കണം. ചെറിയ കടിയല്ല. അപ്പൊ എന്തായാലും ഉടനെ നിങ്ങൾ അതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, വളരെ ശ്രദ്ധിച്ച് വേണം കല്യാണമൊക്കെ കഴിയാൻ കേട്ടോ. സംഭവം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ബാത്റൂമിൽ കയറി ഇരിക്കുന്നു. ഒരു ഭർത്താവ് ബാത്റൂമിൽ ഇരുന്നു. 10 മിനിറ്റ് കൂടുതൽ ഇരുന്ന ഭാര്യയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. മൊബൈലും കൊണ്ട് ഇയാൾ ഓൺലൈനിലുണ്ടോ, എന്റെ എത്ര മ്യൂച്വൽ ഫണ്ട് ഇയാളെ കൂടെ ഉണ്ട്, ഇയാൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെയാണ് ഭാര്യ സെർച്ച് ചെയ്യുന്നത്. പാവപ്പെട്ട ഭർത്താവ് എന്താ സെർച്ച് ചെയ്യുന്നത് അറിയാമോ? എന്താണ്? ഗൂഗിൾ പ്ലീസ് എന്റെ വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അതാണ് സംഭവം. സത്യമാണ്, സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ആഗ്രഹിച്ച ലെവലിൽ എത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കാം. കാരണം വെച്ചാൽ എനിക്കും ഭയങ്കര ആഗ്രഹമുള്ളത്, നിങ്ങൾ ആരാധനയാണ്, നിങ്ങൾ ആ ലെവലിലേക്ക് പോകണം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. സിനിമ ചെയ്യുന്നുണ്ടോ? സിനിമയാണ്. നിങ്ങളെ തന്നെ അതിനകത്തൊരു കഥാപാത്രം ആക്കിയാലോ എന്നൊരു ആഗ്രഹം. ഞാൻ ഏറ്റുതരണം. അഭിനയിക്കാനൊക്കെ അറിയാലോ? എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആരെന്നറിയാം, നമ്മുടെ ലാലേട്ടൻ. കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ. കംപ്ലീറ്റ് ആക്ടർ എന്ന ആളുകൾ പറയുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മോഹൻലാലിന്റെ തോന്നിയിട്ടില്ല. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. ആയിക്കോട്ടെ, എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഒരു സെക്കൻഡ്, നിങ്ങളുടെ മൊബൈൽ ഞാൻ നിർത്തോട്ടെ. ഞാൻ ചെറിയൊരു ഒരു സീൻ കാണിച്ചു തരാം. അദ്ദേഹം നോക്കിക്കോ, അദ്ദേഹം അഭിനയിക്കുന്ന രീതി എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. കണ്ണനെ സ്നേഹിക്കുന്നവല്ലേ, മാഗിക്ക് എന്നെ സ്നേഹിക്കാം. ആ വിരള് വരെ അഭിനയിക്കും. അതാണ് ലാലേട്ടന്റെ കഴിവ്. ഞാനും ചെയ്യല്ലോ. ഞാൻ ചെയ്യും. ചെയ്യും. ഒന്ന് ആ സീൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ എനിക്ക് ആക്ഷൻ പറയാം കേട്ടോ. ഞാൻ തൽക്കാലത്തേക്ക് ഡയറക്ടർ ആവേ. ആക്ഷൻ. ആനല്ല, ആനി. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗി നൂഡിൽസ്. മാഗി നൂഡിൽസാ? നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലേ? അറിയാ, കൈ വിറയ്ക്കുന്നത് എങ്ങനെയല്ലേ? അങ്ങനെ എന്നാ ഇത് മദ്യപിക്കാൻ കൈ വിറയ്ക്കും പോലെയാണ്. ഇത് മോഹൻലാലിനെക്കാട്ടി നല്ലതായിട്ട് ഞാൻ ചെയ്യാം. കൊള്ളാം. നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല. ആര് പറഞ്ഞു? അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല. തനിക്ക് ഇപ്പൊ കാര്യം മനസ്സിലായോ? ഇതിനൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ട്. ഓരോ ആൾക്കാർ അഭിനയം പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ പുറകിൽ കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ കോമഡി ആയാലും അത് പഠിച്ച് റിഹേഴ്സൽ ചെയ്ത് എഴുതി ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത് വെറുതെ ഇരുന്ന് റിവ്യൂ ചെയ്യണം നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഞാൻ ഡയറക്ടർ അവിനാശ്. നീ കഴിഞ്ഞ ആഴ്ച ഒരു പടത്തിന് റിവ്യൂ പറഞ്ഞ് മോശം റിവ്യൂ പറഞ്ഞ് ഇല്ലാതാക്കിയ ഓർമ്മയുണ്ടോ? അതാണല്ലോ എന്റെ ജോലി. അതിന്റെ ഡയറക്ടറാണ് ഞാൻ. അതിന്റെ പ്രൊഡ്യൂസറിന് ഞാൻ കാശ് കൊടുക്കേണ്ടി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഡ്രീം ആയിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. നിന്റെ ഒറ്റ റിവ്യൂ കൊണ്ടാണ് ഇല്ലാതായി പോയത്. മനസ്സിലായോ? ഇനി ഒരിക്കലും ഇങ്ങനെ മോശം റിവ്യൂ പറഞ്ഞ് ഒന്നിനെ ഇല്ലാതാക്കരുത്. നീ കുറച്ചു നേരത്തെ പറഞ്ഞില്ല എന്തോന്ന്, ആ മൈക്കിൾ എന്ന സിനിമ, അതെന്താണ്? ആ സിനിമ കൊള്ളത്തില്ല. എന്നെ കൊന്നാലും അത് കൊള്ളത്തില്ല. വിശ്വവിഖ്യാതനായ കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സന്റെ ബയോപിക് കൊള്ളത്തില്ല.
ഉഗ്രം പടം ഇല്ലേ കണ്ട കണ്ണെടുക്കൂല എന്ത് രസമെന്നറിയാമോ എന്നല്ലേ? ആ പയ്യനില്ലേ അഭിനയിച്ചേക്കുന്നത് തകർത്ത് കിടിക്കളഞ്ഞു ജാഫർ ജാക്സൺ. കൊള്ളാല്ലേ? അടിപൊളി പടം പിന്നെ നമ്മുടെ അമൃത ടിവിയിലെ കോമഡി മാസ്റ്റർ അത് കൊള്ളൂല ചളിയാണ് ആ പ്രോഗ്രാം ചളിയാണ്. വേറെ അഴുക പരിപാടിയാണ് അഴുക- അടിപൊളി. അയ്യോ ഇടയ്ക്കൊക്കെ ചിരിക്കാൻ കാണും കേട്ടോ ചിലപ്പോഴൊക്കെ നല്ല സാധനങ്ങൾ വരും ശ്രദ്ധിച്ചിരുന്ന് കാണാം. ഭയങ്കര രസമാണ് പിന്നെ വേറെ ഒന്ന് പറഞ്ഞ ലാൽ ബാബുവിന്റെ ആ. ലാൽ ബാബുവിന്റെ പെട്ടിയൊക്കെ വെച്ചിട്ട് അത് കൊള്ളത്തില്ല അതെന്ത് കോമഡിയാണ് പെട്ടി ഞാൻ ആരെങ്കിലും അംഗീകരിക്കുക പെട്ടിയൊക്കെ വെച്ചിട്ട് കോമഡി ചെയ്ത് ആര് കണ്ടിട്ട് ചിരിക്കും അപ്പൊ നിനക്ക് അത് എന്താണെന്നുള്ള കാര്യമെങ്കിൽ നിനക്ക് മനസ്സിലായ സിംബോളിക്കായിട്ട് ചെയ്തതാണ് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കും ഇല്ലാത്തവർ ഇങ്ങനെ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നീ ആ കുട്ടികളെ പറ്റി കുറ്റം പറഞ്ഞല്ലോ. കൊള്ളത്തില്ല അവൻ കൊള്ളത്തില്ല. കൊള്ളത്തില്ല. നീ കുറ്റം പറഞ്ഞ കുട്ടികൾ ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ? അവൻ മറ്റേ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു അമേരിക്കയിൽ പോയി ആരോടെയാണ് പോയത്? മോഹൻലാലിന്റെ കൂടെ നീ എവിടെ ഇരിക്കുന്നു? ഞാൻ ഇവിടെ ഈ കിഴങ്ങ് പിടിച്ച് ഇവിടെ ഇരിക്കുന്നു പിന്നെ ആരെ കുറ്റം പറഞ്ഞ് മനസ്സിലായില്ല. നീ എന്റെ ഡയറക്ടർ എന്താണ് പറഞ്ഞത്? അനുജ് രാമചന്ദ്രൻ. അയ്യോ അത് നിങ്ങൾ കേട്ട എന്റെ കുറ്റമാണ് എന്തോന്ന്? ഞാൻ നല്ല കാര്യമില്ലേ പറഞ്ഞു എന്തോ നല്ല കാര്യം. അനൂജ് സാർ എന്നെ സാർ പണി പറ്റിയതൊക്കെ അങ്ങനെയാണ്. ഇനി ഒരിക്കൽ പോലും ഒരു പ്രോഗ്രാമിന് നീ ഇങ്ങനെ മോശം റിവ്യൂ ഇടരുത്. മനസ്സിലായോ? ഇല്ല കറക്റ്റ് ഒന്നുകൂടാ. വേണ്ട എന്തായാലും കേരളത്തിലെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാനൊരു നല്ല കാര്യം ചെയ്യാണ്. നിങ്ങൾ ഇത്രയും ചെയ്തില്ല ഇനി എന്റെ കയ്യിലുള്ള ഞാനൊന്നും ഇട്ടോട്ടോ അതെന്തോന്ന്? சூப்பரா பண்ணிருக்கீங்க.